നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്ത് ഉണ്ടാകുന്ന വിടവുകൾ, കേരളത്തിലെ ഓരോ വീടുകളിലും ഉണ്ടാകുന്ന വിടവ് പോലെ നമുക്ക് അത്രയും വേദനാജനകമായ വാർത്തയായി അത് എപ്പോഴും മാറാറുണ്ട്. പ്രത്യേകിച്ചും നാട്ടിലേക്ക് വരാനിരിക്കുന്ന വഴിമധ്യേ ഉണ്ടാകുന്ന അപകടങ്ങൾ, അപകട മരണങ്ങൾ, അതിന് തൊട്ടു മുൻപ് ഹൃദയാഘാതം മൂലം ഉണ്ടാകുന്ന മരണങ്ങളൊക്കെ തന്നെ നമ്മളെ എപ്പോഴും വേദനാജനകമാക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് കുരുന്നുകളുടെ മരണവും. ഇപ്പോഴിതാ പ്രവാസി മലയാളിയായിട്ടുള്ള വിദ്യാർത്ഥി കുവൈത്തിൽ മരിച്ചുവെന്ന വാർത്ത പുറത്തുവരികയാണ്. ചികിത്സയിലിരിക്കെയാണ് മരിച്ചിരിക്കുന്നത്. അഹമ്മദി TPS സ്കൂൾ വിദ്യാർത്ഥി അഭിനവാണ് മരിച്ചത്. കുവൈറ്റ് സബ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു അഭിനവ. ഇതിനിടെ ശനിയാഴ്ചയാണ് മരണം സ്ഥിരീകരിച്ചത്. കുവൈറ്റിൽ സേഫ്റ്റി ഓഫീസറായി ജോലി ചെയ്യുന്ന കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ഉണ്ണികൃഷ്ണൻ അൽ റാസി ഹോസ്പിറ്റൽ നഴ്സായി ജോലി ചെയ്യുന്ന നിസി എന്നിവരുടെ മകനാണ്. മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ തുടരുന്നുണ്ട്. ഈ വാർത്ത വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു, പിന്നീട് മരണം സ്ഥിരീകരിക്കുന്ന ഒരു വാർത്ത. എന്തായാലും ഞെട്ടലോടുകൂടിയല്ല നമുക്ക് ഈ വാർത്ത കേൾക്കാൻ സാധിക്കുകയില്ല എന്നത് വ്യക്തമാണ്. ഒപ്പം അതുപോലെ തന്നെയാണ് മറ്റൊരു വിയോഗം അറബ് രാജ്യത്ത് നിന്നും വരുന്നത്. തൃശൂർ കേച്ചേരി തലക്കോട്ടുകര സ്വദേശിയായിട്ടുള്ള KM സിദ്ദിഖിൻ്റെതാണ്. KM സിദ്ദിഖിൻ്റെത് നാട്ടിലേക്ക് വരാനിരിക്കെയായിരുന്നു മരണം സ്ഥിരീകരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്തരിച്ചത്. അസുഖത്തെ തുടർന്ന് ചികിത്സയ്ക്കായി വെള്ളിയാഴ്ച നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് മരണം. 1 വർഷം മുൻപാണ് ഇദ്ദേഹം കുവൈറ്റിലേക്ക് എത്തിയത്. മുൻപ് ഒമാനിലെ നിസ്വയിലായിരുന്നു. സജീവ സാമൂഹിക പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഭാര്യ ഹൗസിയ, മക്കൾ സഹദർ സിദ്ദിഖ് എന്നിവരാണ്. അതുപോലെ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു ഹൃദയഭേദകമായ ഒരു വാർത്ത വരുന്നത് അവസൽ എന്ന 43 വയസ്സുകാരൻ്റെയാണ്. റാസൽ ഖൈമയിൽ വാഹന അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അവിടെ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിൽ സെയിൽസ് ഓഫീസർ ആയിരുന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. കെട്ടിട നിർമ്മാണ സൈറ്റ് നിന്നും താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ റോഡിന്റെ ഇരുവശവും ഇടിഞ്ഞ ഈ അഫ്സൽ അടക്കം 6 പേർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അപകട സമയത്ത് ഉണ്ടായ ഹൃദയാഘാതമാണ് അഫ്സലിന്റെ മരണത്തിന് ഇടയാക്കിയതെന്നും വീട്ടുകാർ പറയുന്നു. മറ്റാർക്കും കാര്യമായ പരിക്കുകളില്ല. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നുണ്ട്. കുഞ്ഞു മുഹമ്മദ് ജുബൈരിയത്ത് ദമ്പതികളുടെ മകനാണ് അഫ്സൽ. ഭാര്യ ഏലൂർ മേത്തിരിപ്പറമ്പ് ഷിബിന.